നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലവർഷത്തിൻ്റെ ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും വാർഷിക ഫലമാണ് പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെ 27 നാളിനും 2025 പ്രകാരം ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് നോക്കാം. നമുക്ക് പുതുവർഷത്തിലേക്ക് ചൂട് വയ്ക്കുമ്പോൾ ജ്യോതിഷപ്രകാരം വളരെയധികം ഭാഗ്യഫലങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പലപ്പോഴും അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാവരും ജീവിതത്തിൽ നക്ഷത്ര ഫലത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. വരുന്ന വർഷം ഭാഗ്യമാണോ നിർഭാഗ്യമാണോ കാത്തിരിക്കുന്നത് നമുക്കറിയാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരിക്കും. ബിസിനസ്സിൽ ലാഭമോ നഷ്ടമോ, നമ്മുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ, ജീവിത വിജയം എന്നിങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രകാരമായിരിക്കും. 2025 ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ജീവിതത്തിൽ ജ്യോതിഷത്തിനുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. എല്ലാ അർത്ഥത്തിലും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് 2025. ദോഷഫലങ്ങളും കാത്തിരിക്കുന്നുണ്ട്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരിലും എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മേടക്കൂറ്: അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽ. മേടക്കൂറുകാർക്ക് പുതുവർഷത്തിൽ അനുകൂല പ്രതികൂല ഫലങ്ങളാണ്. പലപ്പോഴും പല രോഗാവസ്ഥകളും വിടാതെ പിന്തുടരുന്നു. എങ്കിലും ആരോഗ്യത്തിന് ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ രോഗാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. മേടക്കൂറുകാർക്ക് 2-ൽ വ്യാഴമാണ്. 2-ലെ വ്യാഴം 3-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് പൊതുവെ അനുകൂലവും സമാധാനവുമാണ്. 2025 മെയ് 14 മേടം 31 മുതൽ വ്യാഴം 2-ാം ഭാവത്തിൽ നിന്ന് 3-ലോട്ട് മാറുന്നു. പൊതുവെ അനുകൂലം, എന്നാലും കുറച്ച് വിഷമതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു വർഷം അതിനാൽ വിഷ്ണു ഭജനം, നാരായണ ജപം, കൃഷ്ണന് പാൽപ്പായസം, കൃഷ്ണന് കദളിപ്പഴ നിവേദ്യം, അവിൽ നിവേദ്യം എല്ലാ ദിവസവും മുടങ്ങാതെ നാരായണ ജപം വേണം. ഇതെല്ലാം മേടക്കൂറ് ചെയ്യേണ്ടതാണ്. മേടക്കൂറുകാർക്ക് 7-ര ശനി തുടങ്ങുകയാണ്. മീനം 15 മാർച്ച് 29 മുതൽ 7-ര ശനി തുടങ്ങുന്നു. 7-ര വർഷത്തേക്ക് ശനിയുടെ സഞ്ചാരമാണ്. മീനം രാശിയിൽ 2-ര വർഷം, ഇടവം രാശിയിൽ 2-ര വർഷം. മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും. മഹാദേവനെ വിചാരിച്ച് ഓം നമഃ ശിവായ ജപിക്കണം. പക്ക പിറന്നാൾ ദിവസം ശിവന്റെ ധാര, ശനിയാഴ്ച അയ്യപ്പന് എള്ളുതിരി കത്തിക്കണം. നീരാഞ്ജനം, എള്ള് പായസം, ഗണപതിയെ പ്രാർത്ഥിക്കുക. 7-ര ശനി ആയതുകൊണ്ട് ഇതെല്ലാം ചെയ്താൽ ദുരിതങ്ങൾ കുറയുന്നതാണ്. ഹനുമാൻ സ്തോത്രങ്ങളും ജപിക്കാവുന്നതാണ്. ഇടവക്കൂറ്: കാർത്തിക അവസാന മുക്കാൽ, രോഹിണി മകയിരം ആദ്യ പകുതി. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും അനുകൂലമായ മാറ്റങ്ങളാണ് ഈ വർഷം ഉണ്ടാവുന്നത്. ലഗ്നത്തിൽ വ്യാഴമാണ്. മേടം 31 മുതൽ വ്യാഴം 2-ലേക്ക് മാറുന്നു. അതുകൊണ്ട് നല്ലതാണ്. സാമ്പത്തിക പുരോഗതി, തൊഴിൽ, വാഹനം മേടിക്കുക പൊതുവെ നല്ല സമയമാണ്. കണ്ടകശനി മാറുന്നതും നല്ല സമയമാണെങ്കിലും പ്രാർത്ഥന വേണം. 2-ൽ വ്യാഴം ഉത്തമമാണ്. 10-ലേക്ക് രാഹു വരുന്നു. അതുകൊണ്ട് മഹാദേവ പ്രാർത്ഥന വേണം. സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യണം. ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങളും തേടി വരുന്നതാണ്. വിജയം എല്ലാ മേഖലകളിലും ഉണ്ടാവുന്നതുമാണ്. സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നു. എന്തായാലും ദൈവ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. മിഥുനക്കൂറ്: മകയിരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ. മിഥുനക്കൂറുകാർക്ക് 2025 പലപ്പോഴും അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. 12-ൽ വ്യാഴമാണ് നിലവിലുള്ളത്. മെയ് 14 മേടം 13 അത് ലഗ്നത്തിലേക്ക് വരുന്നു. ഇതുവരെ ഇവർക്ക് കഷ്ടസമയമായിരുന്നു. ഇവർക്ക് വ്യാഴം മാറുന്നതിനാൽ സമയം കുറച്ച് മെച്ചപ്പെടുന്നുണ്ട്. മാർച്ച് 29 മുതൽ 10-ലേക്ക് വരുന്ന ശനി, അതിനാൽ 2-ര വർഷം കണ്ടകശനിയാണ്. വ്യാഴം അനുകൂലമായതിനാൽ ദുരിതങ്ങളുടെ കാഠിന്യം കുറയും. വ്യാഴം ശക്തിപ്പെടാനും അതിൻ്റെ ഗുണം ലഭിക്കാനും വിഷ്ണു പ്രാർത്ഥന, അയ്യപ്പന് ശനിയാഴ്ച എള്ളുതിരി, അയ്യപ്പ പ്രാർത്ഥന, ഗണപതി പ്രാർത്ഥന എല്ലാം നല്ലതാണ്. എല്ലാ 5 വർഷം കൂടുമ്പോഴും എല്ലാ നക്ഷത്രക്കാർക്കും കണ്ടകശനി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എപ്പോഴും നല്ലതാണ്. 10-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാഹു 9-ലേക്ക് മാറുന്നുണ്ട് മിഥുനക്കൂറുകാർക്ക്. 4-ൽ ഉണ്ടായിരുന്ന കേതു 3-ലേക്ക് മാറുന്നു. ഇതെല്ലാം മിഥുനക്കൂറുകാർക്ക് അനുകൂലമാണെങ്കിലും പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. കർക്കിടക കൂറ്: പുണർദം അവസാന പാദം, പൂയം ആയില്യം.
കർക്കിടക കൂറുകാർക്ക് 2025 എന്ന വർഷം അനുകൂല ഫലങ്ങൾ നൽകുന്നു. എപ്പോഴും കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കുന്നു. കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ അനുകൂല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. ജോലിയിൽ തടസ്സങ്ങൾ വർദ്ധിക്കുമെങ്കിലും അതിന് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കാറുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ ജീവിതത്തിൽ അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. 11-ൽ വ്യാഴം സഞ്ചരിക്കുന്നു കർക്കിടക രാശിക്കാർക്ക്, അതിനാൽ അനുകൂലമാണ്. ദൈവാനുഗ്രഹവും കർക്കിടക രാശികൾക്കുണ്ട്. ഇവർക്ക് വ്യാഴം 12-ലേക്ക് വരുന്നു. മെയ് 14 മുതൽ മേടം 31 വ്യാഴം മാറുന്നു. കാരണം വിഷ്ണു ജപം പ്രത്യേകിച്ച് വേണം, നാരായണ ജപവും എല്ലാം വേണം, എന്നാലാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുള്ളൂ. മീനം 15 മുതൽ മീനത്തിലേക്ക് തന്നെയാണ് ശനി വരുന്നത്. കുംഭത്തിലെ ശനി മീനം രാശിയിൽ വരുന്നു. അഷ്ടമ ശനി കുറയും, വിഷമതകളും കുറയും. പ്രാർത്ഥനകളും വേണം. കർക്കിടക രാശിക്കാർ ദൈവത്തിന് നന്നായി പ്രാർത്ഥിക്കുക തന്നെ വേണം. ചിങ്ങം രാശി, ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം പ്രതികൂല ഫലങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കണ്ടക ശനിയാണ് ചിങ്ങക്കൂറുകാർക്ക്. 10-ലേക്ക് വ്യാഴം വരുന്നു. മെയ് 14 മുതൽ 11-ലേക്ക് വരുന്നു വ്യാഴം. 2025 മെയ് 14 വരെ നല്ല സമയമാണ്. ബിസിനസ്സിൽ വിജയം കരസ്ഥമാക്കാനും സാധിക്കും. ജോലിയിൽ മികവുണ്ടാവും. ജോലിയിൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കും. കാർഷിക കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവാണ്ട് സാമ്പത്തിക സ്ഥിതി ശക്തമാകും. കന്നിക്കൂറ്, ഉത്രം അവസാന മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി. കന്നിക്കൂറുകാർക്ക് പുതുവർഷം സാധാരണ പോലെ ഒരു വർഷമായിരിക്കും. പലപ്പോഴും കുടുംബത്തിലെ മംഗളകരമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസ കാര്യത്തിലും അനുകൂല സമയമാണ്. കേസ് കാര്യങ്ങളിലും അനുകൂലമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. കടം കൊടുത്ത പൈസയെല്ലാം തിരിച്ചു കിട്ടും. 9-ൽ വ്യാഴം 10-ലേക്ക് വരുന്നു ർക്ക്. മെയ് 14 മുതൽ കുംഭത്തിൽ 6 സഞ്ചരിച്ച ശനി മീനം 15, മാർച്ച് 29 7-ലേക്ക് വരുന്നുണ്ട്. മാർച്ച് 29 മുതൽ കണ്ടകശനി തുടങ്ങും. 10-ലേക്ക് വ്യാഴം വരുന്നു. 9-ലെ വ്യാഴമാണ് നല്ലത്. ഇത് അത്രയ്ക്കും നല്ലതല്ല, ശ്രദ്ധിക്കണം. തടസ്സങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇതുകൊണ്ട് നിർബന്ധമായും പ്രാർത്ഥനകൾ വേണം. തുലാക്കൂറ്, ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ. തുലാക്കൂറുകാർക്ക് വരുന്ന വർഷത്തിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. കൂടാതെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം. മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അമിത ടെൻഷൻ ഒഴിവാക്കണം. സാധാരണമായ ഒരു വർഷമായിരിക്കും. അഷ്ടമത്തിൽ വ്യാഴമാണ് നിലവിൽ. മാനസിക വിഷമങ്ങൾ ഉണ്ടാകും. രോഗങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ ചെറുതായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെയ് 14 മേടം 31 8-ലെ വ്യാഴം 9-ലേക്ക് മാറുന്നു. അതിനാൽ അഭിവൃദ്ധി ഉണ്ടാകും. 9-ലെ വ്യാഴം ഗുണങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക നേട്ടം, ഐശ്വര്യം, സമാധാനം എല്ലാം ഉണ്ടാവും. 5-ലെ ശനി 6-ലേക്ക് പോകുന്നതും ഗുണമാണ്. തുലാക്കൂറുകാർക്ക് വളരെ നല്ല സമയമെന്ന് തന്നെ പറയാം. എന്നാലും പ്രാർത്ഥന വേണം. ഈ സമയം കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ജപം വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണ പ്രാർത്ഥനയും നല്ലതാണ്. വിദേശ പഠനത്തിനും വളരെ സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. ഈ വർഷം വൃശ്ചികക്കൂറുകാർക്ക് ശനിദോഷം അലട്ടുന്നു. അതിൻ്റെ ഫലമായി പലപ്പോഴും മനസ്സിൽ ആശങ്കകളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിനെല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് പോകുന്നതിനും ശ്രമിക്കുക. ശത്രുക്കൾ ശക്തരാകുന്ന സമയം കൂടിയാണ്. പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഭൂമി സംബന്ധമായ തർക്കങ്ങളുണ്ടാവും. സാമ്പത്തിക സ്ഥിതി നിസ്സാരമായി കണക്കാക്കാതെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിലും പ്രതിസന്ധികൾ അലട്ടും. 7-ൽ വ്യാഴം നിലവിൽ കണ്ടകശനിയുമാണ്. മീനം 15 വരെ. അത് കഴിഞ്ഞാൽ കണ്ടകശനി മാറുന്നു, വിഷമതകൾ മാറുന്നു. 7-ൽ സഞ്ചരിച്ച വ്യാഴം അഷ്ടമത്തിൽ വരുന്നു. അതുകൊണ്ടാണ് നല്ലതല്ലാത്ത ശത്രുദോഷങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സാമ്പത്തിക ചെലവും ഉണ്ടാകുന്നത്. ശ്രീകൃഷ്ണ പ്രാർത്ഥന വേണം. മഹാവിഷ്ണു പ്രാർത്ഥന, നരസിംഹ പ്രാർത്ഥന, കദളിപ്പഴ നിവേദ്യം, നരസിംഹ അർച്ചനകൾ ഇവിടെ ചെയ്യണം. ശ്രീരാമനെ പ്രാർത്ഥനകൾ വഴിപാട് ചെയ്യണം. പക്കപ്പിറന്നാളിന് പാൽപ്പായസം ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ ചെയ്യണം. നാരായണ നാമജപം. കഷ്ടതകളെല്ലാം കുറയാൻ നല്ലതാണ്. ശത്രുദോഷങ്ങളും കുറയും. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം, കാല്. ധനുക്കൂറുകാർക്ക് ഈ വർഷം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. പലപ്പോഴും സന്താനങ്ങളിൽ നിന്നുള്ള ഫലം നിങ്ങൾക്കും കൂടെ അത്ഭുതത്തോടെ അതോടൊപ്പം തന്നെ സന്തോഷവും നിറയ്ക്കുന്നതാണ്.
പലപ്പോഴും വിദേശയാത്രയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ജീവിതത്തിൽ പല നേട്ടങ്ങളും തേടിയെത്താനുള്ള സാധ്യതയുണ്ട്. പ്രാർത്ഥനകൾ വേണം. 6-ൽ വ്യാഴം 3-ൽ ശനിയുമായിരുന്നു. 6-ലെ വ്യാഴം 7-ൽ എത്തി. മെയ് 14 7-ലെ വ്യാഴം നിവൃത്തി സ്ഥാനത്താണ് വരുന്നത്. വളരെ നല്ലതാണ്. മുടക്കം വന്ന കാര്യങ്ങൾ നടക്കും. മെയ് 14 ശേഷം നടക്കാൻ സാധ്യതകളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ആഗ്രഹങ്ങൾ നടക്കും. വിദ്യാഭ്യാസമായിട്ടുള്ള നല്ലതാണ്. ജോലിയെല്ലാം ലഭിക്കും. മീനം 15 മാർച്ച് 29 കണ്ടകശനിയാണ്. ഗണപതി, അയ്യപ്പ, ഹനുമാൻ എല്ലാവരെയും പ്രാർത്ഥിക്കുക. മകരക്കൂറ് ഉത്രാടം ആദ്യ മുക്കാൽ, തിരുവോണം അവിട്ടം ആദ്യ പകുതി. മകരക്കുറുകാർക്ക് ഈ വർഷം അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. എങ്കിലും അതിന് തരണം ചെയ്യാൻ സാധിക്കുന്നതും കൂടിയാണ്. സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാവാനും ഈ വർഷം സാധിക്കും. പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. അതിനെല്ലാം തരണം ചെയ്ത് പോകുന്ന ദൈവപ്രാർത്ഥന വേണം. 7.5 ശനി തീരുന്നു. മീനം 15 കൂടിയാണ് തീരുന്നത്. 5-ൽ വ്യാഴം 6-ലേക്ക് പോകുന്നതിനാൽ എല്ലാ വ്യാഴാഴ്ചയും നിർബന്ധമായും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. പ്രാർത്ഥന വേണം. നാരായണ ജപം, വിഷ്ണു സഹസ്രനാമം എല്ലാം ജപിക്കണം. ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. മെയ് 14-ന് ശേഷം സാമ്പത്തികം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 2-ൽ രാഹു വരുന്നുണ്ട്. സർപ്പ വഴിപാട്, രാഹു പൂജകൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ. കുംഭക്കൂറുകാർക്ക് വരുന്ന വർഷം തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും പതിയെ അതിനൊരു പരിഹാരങ്ങളും എല്ലാം ഉണ്ടാവും. തടസ്സങ്ങളെ പ്രതിരോധിക്കുന്നതിനും സാധിക്കുന്നതാണ്. അനാവശ്യ കാര്യങ്ങൾ സമയം കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതും കൂടിയായിരിക്കും. പലപ്പോഴും ഭൂമി വിൽപ്പനയ്ക്കും വാങ്ങുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പല പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 7.5 ശനിയാണ്. ലഗ്നത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് മീനം 15-ാം തീയതി മുതൽ 2-ലേക്ക് മാറും. 7.5 ശനിയുടെ അവസാനത്തെ 2.5 വർഷം തീരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് മാറുമ്പോൾ നല്ലതാണ്. മെയ് 14 തൊട്ട് 4-ൽ വ്യാഴം 5-ൽ വരുന്നു. 80% അനുകൂലമാണ്. എന്നാലും പ്രാർത്ഥനകൾ നന്നായിട്ട് വേണം. എന്നാലും എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. ആഭരണങ്ങളൊക്കെ മേടിക്കാനുള്ള സമയം അനുഗ്രഹമൊക്കെ ഉണ്ടാവും. വിദേശവാസം, വീട് വാങ്ങിക്കും. രാഹുവിന് വഴിപാട് മുടങ്ങാതെ ചെയ്യണം. മഹാദേവന് സർപ്പദുരിതങ്ങൾ മാറ്റിത്തരുവാൻ മഹാദേവൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ത്വക്ക് സംബന്ധമായ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയ്യപ്പന് എള്ളുതിരി കത്തിക്കണം. ലഗ്നത്തിൽ രാഹു ബന്ധം വന്നതുകൊണ്ടാണ് രാഹുവിന് പ്രത്യേകമായിട്ട് വഴിപാടും പ്രാർത്ഥനകളും ചെയ്യാൻ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മീനക്കൂറ് പൂരോരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് 2025-ൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വർഷമായിരിക്കും. പലപ്പോഴും ബിസിനസ്സിൽ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. വിജയം ഏത് മേഖലയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം നമ്മൾ പ്രാർത്ഥനയും കൂടി വേണം. ജോലിയുടെ കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാവുമെങ്കിലും അതിന് പ്രതിരോധിക്കാൻ അധികം സമയം വേണ്ടി വരില്ല. അനുകൂലമായ പല മാറ്റങ്ങളും തേടി വരുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ഒരു താഴ്ച ഒരു വർഷം ഉണ്ടാവുമെങ്കിലും പിന്നീടുള്ള സമയം മികച്ചതായിരിക്കും. സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവാം. 3-ൽ വ്യാഴം 4-ലേക്ക് വരുന്നു. മെയ് 14 മുതൽ വ്യാഴം 4-ലേക്ക് വരും. മുടക്കം വന്ന കാര്യങ്ങൾ നടക്കാൻ ഇത് സാധിക്കും. സമാധാനം ഉണ്ടാകും. 7.5 ശനിയുടെ 5 വർഷം കഴിഞ്ഞ് ജന്മശനി തുടങ്ങുന്നു. അതിനാൽ അസുഖങ്ങൾ, നീർക്കെട്ട്, ആരോഗ്യം എന്നിവ ഉണ്ടാവും. ഇത് വളരെ ശ്രദ്ധിക്കണം. മഹാദേവന് ധാര, അയ്യപ്പന് എള്ളുതിരി, ജന്മനാളിൽ ധാര കഴിക്കണം. ഗണപതി ഹോമം കഴിക്കുക. പ്രാർത്ഥനകൾ ഉണ്ടാവുക. വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ സാധിക്കും. എല്ലാത്തിനും മുകളിൽ പ്രാർത്ഥനയാണ്, ഭഗവാനാണ്. ദേവി പ്രാർത്ഥനയും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2025 എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.
എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.